പഴുത്തൊരു മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇന്ന് മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാമെന്ന്. കാര്യമായ പണിയൊന്നുമില്ല. മാങ്ങ നന്നായിട്ടൊന്ന് അരിഞ്ഞ് ജാറിലേക്കിട്ട് ഒന്ന് പൾപ്പാക്കിയ ശേഷം പുട്ടിൻ്റെ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാൻ ആദ്യം കരുതിയത് ഇതെൻ്റെ മാത്രം കണ്ടുപിടുത്തമായിരിക്കും എന്നാണേ. പക്ഷേ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊന്ന് യൂട്യൂബ് തപ്പിയപ്പോഴാണ് ഒരുപാട് റെസിപ്പീസ് വേറെ ഉണ്ടായിരുന്നത് കണ്ടത്. പക്ഷേ അതിലൊക്കെ കുറച്ച് ആർഭാടമായിട്ട് മാങ്ങയൊക്കെ അരിഞ്ഞതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ കൂടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്കും കുറച്ച് ആർഭാടമാക്കാം. ഇനി പുട്ടുകുറ്റി ഇല്ലാതെ പുട്ടുണ്ടാക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ. ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് തേങ്ങയും പുട്ടിൻ്റെ മാവും ചേർത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം ഈ ഇഡ്ഡലിത്തട്ടിലേക്ക് ഇങ്ങനെ വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ദേ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അതായത് ഒരേ സമയം നമുക്കൊരു 4-5 പുട്ടൊക്കെ ഒന്നിച്ചുണ്ടാക്കാൻ പറ്റും. എന്തായാലും പരിപാടി എളുപ്പമല്ലേ. ഇതുപോലെ അടുക്കളയിലെ പല പല പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ അത് അമ്മയെ കാണിച്ചു കൊടുത്ത് ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും അമ്മ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാര്യം ഇതിനിപ്പോൾ എളുപ്പമായല്ലോ. അപ്പോൾ ഇനി അടുത്ത പുട്ടുണ്ടാക്കുമ്പോൾ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്യണേ.